ക്വിസ് ആൻഡ് ഫാക്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജനുവരി 26-ാം തീയതി റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം ഇന്ന് തന്നെ പഠിക്കുക. LP തൊട്ട് ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ കുറച്ച് കട്ടിയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. നമ്മുടെ എല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ അവസാനം നിങ്ങൾ ഓഡിയൻസിനായി നൽകുന്ന ഒരു ചോദ്യമാണ് ബോണസ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം ആദ്യം ആര് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിലും അതേപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നാണ്? ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ജനുവരി 26-ാം തീയതിയാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം എന്നാണ് ആഘോഷിച്ചത്? ഉത്തരമറിയുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആയിരത്തി 1950 ജനുവരി 26-ാം തീയതിയാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത്. മൂന്നാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി അഹമ്മദ് സുകാർണോ എന്ന വ്യക്തിയാണ്. അദ്ദേഹം അന്നത്തെ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റാണ്. ഓരോ ചോദ്യം കഴിഞ്ഞ ശേഷവും നിങ്ങൾക്ക് ഒരു 10 സെക്കൻഡ് ടൈമർ നൽകുന്നുണ്ട്. അതിനുള്ളിൽ നിങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ കുറച്ചുകൂടി മനസ്സിൽ ഉറയ്ക്കുന്നതാണ്. അപ്പോൾ ഉത്തരം അറിയാമെങ്കിൽ എല്ലാവരും ലൈവ് ചാറ്റിലോ കമൻറ്റ് ബോക്സിലോ ഈ ചോദ്യങ്ങളുടെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാലാമത്തെ ചോദ്യം: 2025 ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത്? ഇന്ത്യയുടെ 75-ാമത് റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിച്ചത്. അപ്പോൾ 2025 76-ാമത്തെ റിപ്പബ്ലിക് ദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഏതൊരു കുട്ടിക്കും അറിയാവുന്ന വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ആറാമത്തെ ചോദ്യം: ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ തന്നെയാണ് ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി. വീഡിയോയിലെ ഏഴാമത്തെ ചോദ്യം: ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കർ തന്നെയാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. എട്ടാമത്തെ ചോദ്യം: റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒൻപതാമത്തെ ചോദ്യം: ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ്? നന്ദലാൽ ബോസ് ആണ് ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത്. ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നന്ദലാൽ ബോസ്. വീഡിയോയിലെ 10-ാമത്തെ ചോദ്യം: ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏതാണ്?
ലിഖിത ഭരണഘടനകളിൽ അഥവാ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും ബൃഹത്തായ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ത്യൻ ഭരണഘടന. 11ാമത്തെ ചോദ്യം, അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? (1789) അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനും ചില ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചത്. 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. 12ാമത്തെ ചോദ്യം ഇതാണ്: റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഈ റിപ്പബ്ലിക് ഡേ എന്ന് പറയുമ്പോൾ അതിലെ റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം ജനക്ഷേമ രാഷ്ട്രം എന്നാണ്. വീഡിയോയിലെ 13ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ മുദ്ര എന്താണ്? ഇന്ത്യയുടെ ദേശീയ മുദ്ര എന്ത്? സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സിംഹമുദ്ര. 14ാമത്തെ ചോദ്യം, റിപ്പബ്ലിക് ദിന പരേഡിനിടയിലെ ബീറ്റിംഗ് റീട്രീറ്റ് ചടങ്ങ് നടക്കുന്നത് എവിടെ വെച്ചാണ്? വിജയ് ചൗക്ക് എന്ന സ്ഥലത്ത് വെച്ചാണ് റിപ്പബ്ലിക് ദിന പരേഡിനിടയിലെ ബീറ്റിംഗ് റീട്രീറ്റ് എന്ന് പറയുന്ന ചടങ്ങ് നടക്കുന്നത്. 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ്? ഇതൊരു എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഭാരതരത്നമാണ്. 16ാമത്തെ ചോദ്യം, ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ്? മറ്റുള്ള രാഷ്ട്രങ്ങളെപ്പോലെ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് എം.എൻ. റോയ് എന്ന് പറയുന്ന വ്യക്തിയാണ്. 16ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എം.എൻ. റോയ്. 17ാമത്തെ ചോദ്യം, ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവ് ആരാണ്? ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവ് രാഷ്ട്രപതിയാണ്. പലരും പ്രധാനമന്ത്രി എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവ് രാഷ്ട്രപതിയാണ്. വീഡിയോയിലെ 18ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്നാണ്? ആ സ്വീകരിക്കപ്പെട്ട തീയതി ഏതാണ്? ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26-ാം തീയതിയാണ്. അതിനുശേഷമാണ് 1950 ജനുവരി 26-ാം തീയതി ഇന്ത്യയിൽ ആദ്യമായി റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത്. അപ്പോൾ ഈ രണ്ട് തീയതികൾ ഓർത്ത് വെക്കുക. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26-ാം തീയതിയാണ്. അതിനുശേഷം 2 മാസം കഴിഞ്ഞ് 1950 ജനുവരി 26-ാം തീയതിയാണ് ആദ്യത്തെ റിപ്പബ്ലിക് ദിനമായി ഇന്ത്യയിൽ ആഘോഷിച്ചത്. 19ാമത്തെ ചോദ്യം, ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് മരിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് മരിച്ച നവോത്ഥാന നായകൻ അഥവാ റെവല്യൂഷണറി ലീഡർ ആണ് ഡോക്ടർ പൽപു. അദ്ദേഹം മരിച്ചത് 1950 ജനുവരി 25-ാം തീയതിയാണ്. ഈ വീഡിയോയിലെ 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഏതാണ്? ഇതും സിമ്പിളായ ചോദ്യമാണ്. രാഷ്ട്രപതി ഭവനാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി. നമ്മൾ നേരത്തെ രാഷ്ട്രപതിയെപ്പറ്റി ഒരു കാര്യം പറഞ്ഞിരുന്നു, എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന നേതാവാണ് രാഷ്ട്രപതി. 21ാമത്തെ ചോദ്യം, രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
ഇതും വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് പേര് രേഖപ്പെടുത്താൻ ആരും മറക്കരുത്. LP തൊട്ട് ഹയർ സെക്കൻഡറി ലെവലിൽ വരെയുള്ള വിദ്യാർത്ഥികൾ ഈ വീഡിയോ കാണുന്നത് കൊണ്ട് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് ബോണസ് ക്വസ്റ്റ്യനായി നൽകിയിരിക്കുന്നത്. ചോദ്യം ഇതാണ്: രാജ്യസഭാ അംഗം ആകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? അപ്പോൾ ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. അപ്പോൾ ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും അതോടൊപ്പം വിന്നറേയും നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.